ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ അനുമതിയോടെ നടത്തപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. പഞ്ചശുദ്ധിയോടുകൂടി 10 ദിവസത്തെ വ്രതവും നോറ്റ് പീതവസ്ത്രധാരികളായി ഗുരുമന്ത്ര ജപത്തോടുകൂടി കാൽനടയായോ വാഹനത്തിലോ ശിവഗിരി എന്ന പുണ്യഭൂമിയിൽ എത്തുന്ന ഭക്തർക്ക് അഷ്ടലക്ഷ്യങ്ങളാണ് ഗുരു കൽപ്പിച്ചിട്ടുള്ളത്. അവയാണ് വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരാരാധന, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവ. അഷ്ടലക്ഷ്യ ഗുണമുള്ള നല്ല ഒരു സമൂഹത്തെയാണ് ഗുരു വിഭാവനം ചെയ്യുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ശിവഗിരി തീർത്ഥാടനം കഴിയുമ്പോഴും ഗുരു നമുക്ക് ഉപദേശിച്ച അഷ്ടലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കരഗതമായോ എന്നതാണ് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, അഷ്ടലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ തൊഴിൽ വിഭാഗമാണ്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ഓരോരുത്തരുടെയും ജീവിതഗതി മാറ്റുന്നത്. നമുക്ക് ഓരോന്നിനെയും വിശകലനം ചെയ്തു നോക്കാം. ഒന്നാമതായി വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് അറിവ് നേടി അതിൽ അഗ്രഗണ്യനായി ഒരു അധ്യാപകനോ പ്രൊഫസറോ ഡോക്ടറോ എൻജിനീയറോ ഒക്കെ ആയി മാറുവാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് ശുചിത്വം. ഇവിടെ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, മാനസിക ശുചിത്വം എന്നിവയ്ക്കാണ് പ്രാധാന്യം. ഇവ ഓരോന്നും പരിഗണിച്ച് അതിൽ അഗ്രഗണ്യനായി മാറിയാൽ അവിടെയും ഒരു തൊഴിൽ സാധ്യതയാണ് തെളിയുന്നത്. ഉദാഹരണമായി, മെൻ്റൽ ക്ലെൻസിങ് എന്നത് വ്യക്തി ജീവിതത്തിൽ അവശ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ജോലിയും നമുക്ക് നോക്കാവുന്നതാണ്. മൂന്നാമതായി ഈശ്വരാരാധന. ഇവിടെ ഈശ്വരാരാധനയെപ്പറ്റി കൂടുതലായി പഠിച്ചാൽ ആത്മീയതയിലേക്കോ പൂജാതി കർമ്മങ്ങളിലേക്കോ നമുക്ക് ശ്രദ്ധ തിരിച്ച് അവിടെ അഗ്രഗണ്യനായി മാറാവുന്നതാണ്. ഉദാഹരണമായി, പറവൂർ ശ്രീധരൻ തന്ത്രികളെപ്പോലെ ഉള്ളവരെ മാതൃകയാക്കാവുന്നതാണ്. സംഘടന. ഇവിടെ നമ്മുടെ കോഓർഡിനേറ്റിംഗ് പവറിനെ പറ്റിയാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു കോഓർഡിനേറ്റർ ആവാൻ വേണ്ട എല്ലാ ഗുണവും സ്വായത്തമാക്കി അതിൽ നിങ്ങൾക്ക് അഗ്രഗണ്യനാകാവുന്നതാണ്. അഞ്ചാമത് കൃഷി. കൃഷിയില്ലെങ്കിൽ ഈ ലോകം തന്നെ കാണില്ല എന്ന് നാം ഓരോരുത്തർക്കും അറിവുള്ളതല്ലേ. കൃഷിയിൽ ആധുനികവൽക്കരണം നടത്തി അതിൽ അഭിരുചിയുള്ളവർക്ക് മുന്നേറാവുന്നതാണ്. ആറാമതായി കച്ചവടം. കച്ചവടം അഥവാ ബിസിനസ് എന്ന മേഖല തിരഞ്ഞെടുത്ത് അതിലെ നൂതന മാർഗങ്ങൾ കണ്ടെത്തി ഒരു നല്ല ബിസിനസ്മാൻ ആയി മാറുവാൻ നമുക്ക് സാധിക്കും. ഇതും നല്ല ഒരു മാർഗമാണ്. ഏഴാമതായി കൈത്തൊഴിൽ. ഇവിടെ കൈത്തൊഴിൽ അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാവുന്നതാണ്. എട്ടാമതായി ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഇവിടെ ശാസ്ത്രബോധമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുത്ത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന, പുരോഗതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാവുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ, നല്ല ഗുണമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് അഷ്ടലക്ഷ്യങ്ങളിലൂടെ ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.